വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്. അത്ര എനിക്ക് പറയാനൊക്കെ. വെറും ഡ്രാമ, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, അത് മാത്രമാണ് നടക്കുന്നത്. ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, 24ഓളം വെട്ടേറ്റ് മൃതപ്രാണനായി കിടക്കുന്ന സിനിമയിൽ എന്ത് കച്ചവട സാധ്യതയായിരിക്കാം അതിൻ്റെ ക്രിയേറ്റേഴ്സ് ഉദ്ദേശിച്ചത്? ഈ 24 കട്ടുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആകെയുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കുറേയധികം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. ഒരു ഇമോഷണൽ കണക്ഷൻ വേണമല്ലോ സിനിമയ്ക്ക്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതിനകത്ത് കുറേയധികം ഏരിയകളിൽ നല്ല രീതിയിൽ പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ഫാൻസ് അല്ലാത്ത ആളുകൾ അത്ര നല്ല റിവ്യൂ ഒന്നും സമ്മാനിക്കാത്തത്. സിനിമയിൽ കഥ പറഞ്ഞ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ നിഷ്പക്ഷ സംഖ്യകൾ ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ നിഷ്പക്ഷ സംഖ്യകൾ എന്ന് പറയാറില്ല, ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒഴിവാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വേദനിക്കില്ലായിരുന്നു. ഞങ്ങളിൽ ചില ആളുകൾക്ക് വേദനിച്ചു. എന്ത് കണ്ടിട്ടാണ് വേദനിച്ചത്? ഏതെങ്കിലുമൊക്കെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഈ ഒരു സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചില മതരാഷ്ട്രീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പ്രവൃത്തികളെ വിമർശിക്കുന്നുണ്ട്, അതിന്റെ ചില സംഭവങ്ങളെ പുനരാവിഷ്കരിക്കുന്നുണ്ട് സിനിമയിൽ. അതിന് ഈ മതവിശ്വാസികൾക്ക് എന്തിനാണ് വേദനിക്കുന്നത്? അപ്പൊ നിങ്ങൾ മതത്തിന്റെ ഭാഗമായി ആ ഒരു വയലന്റ് ആക്ട്, ആ ഒരു ക്രൈം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണോ അതിന്റെ യാഥാർത്ഥ്യം? ഇപ്പോൾ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട് മത തീവ്രവാദ സംഘടനകൾ. അപ്പോൾ ആ ഒരു സംഘടനകളുടെ ആ ഒരു ചെയ്തികളെ ഒരു സിനിമയിൽ കാണിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേദനിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്തത് ഇന്നത് കൊണ്ടാണ്, അപ്പോൾ അത് കാണിച്ച് ഞങ്ങളെ വേദനിപ്പിക്കരുത് എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്?